ഞാൻ അജിംസെ ഞാൻ എൻ്റെ ആദ്യ ഊഴത്തിൽ ഈ വലിയ പദ്ധതി പ്രതിരോധ വകുപ്പും റെയിൽവേയൊക്കെ വിജയിപ്പിച്ച പദ്ധതികളുടെ മാതൃകയിൽ നടക്കേണ്ട ഒരു പദ്ധതിയെ കേന്ദ്ര സർക്കാർ ഇത്രമാത്രം ഉദാസീനതയോടെ ഒരു പഞ്ചവടിപ്പാലമാക്കി മാറ്റിയതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ചെന്ന് കൊള്ളുന്നത് അനിൽകുമാറാണ്. അദ്ദേഹം പഞ്ചവടിപ്പാലം എന്ന് ഞാൻ BJP-യെ കുറ്റം പറഞ്ഞാണ് അദ്ദേഹം പിന്നീട് പാലാരിവട്ടത്തേക്ക് കൊണ്ടുപോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് ആത്യന്തികമായിട്ട് ഈ വിഷയത്തിൻ്റെ ഉത്തരവാദി. അവരാണ് ഈ കൈകാര്യവും വിനിമയങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ ഇവിടെ നേരത്തെ ശ്രീ ഹാഷിം വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ PWD മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ആളുകളെ സ്ഥിരപ്പെടുത്തി പരിപോഷിപ്പിച്ച് പാലൂട്ടി വളർത്തി അവരെ കൃത്യമാക്കാൻ എത്ര ത്യാഗം ചെയ്തു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ വലിയ ക്വാളിറ്റി ഇറോഷൻ ആവട്ടെ, മണി എക്സ്റ്റോർഷൻ ആവട്ടെ, അതിൻ്റെയൊക്കെ അനുപാതം ഇവരൊക്കെ തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സതേ നിശ്ചയിക്കാം. ഇത് കാണുന്ന പ്രേക്ഷകർക്കും അത് മനസ്സിലായിക്കോളും. അതുകൊണ്ട് ഞാൻ അത് വിടുന്നു. പിന്നെ ഇവിടെ നേരത്തെ അനിൽകുമാർ ഈ ദേശീയപാതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലവും ചരിത്രമൊക്കെ ഉണ്ട്. കാരണം ഈ 2001-6 കാലത്തെ MK മുനീറും AK ആന്റണിയൊക്കെ യഥാക്രമം പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രിയായ കാലത്താണ് ഇവിടെ ഒരു എക്സ്പ്രസ് ഹൈവേ വരുന്നത്. അങ്ങനെ ഒരു ആശയം, ആ ആശയത്തെ മുച്ചൂടും എതിർത്ത് തോൽപ്പിക്കാൻ തോളോട് തോൾ ചേർന്ന് പോയ ആളുകളാണ് CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ. അവരതങ്ങ് പൊളിച്ചടുക്കി. അപ്പോൾ MK മുനീറും AK ആന്റണിയൊക്കെ ചെയ്തത് നിലവിലുള്ള പാത വീതി കൂട്ടി വികസിപ്പിക്കാനുള്ള പദ്ധതിയും പ്രപ്പോസലും ദേശീയപാത അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയിട്ട് അവർ അധികാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് പിന്നീട് 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ദേശീയപാതയെ ഇങ്ങനെ പിറകോട്ടടിച്ച ആള്. അന്നത്തെ CPM ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഉത്തരവാദി. കാരണം പിന്നെ അച്യുതാനന്ദനാണ് തൊട്ടയൽപ്പക്കത്തുള്ള TR ബാലു എന്ന ഉപരിതല ഗതാഗത മന്ത്രിക്കൊക്കെ തമിഴ്നാട്ടിലെ CPM നേതാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെന്ന് 45 മീറ്റർ 30 കുറക്കണമെന്ന നിവേദനമൊക്കെ കൊടുത്ത് അതങ്ങ് പിന്നെ സന്നിഗ്ധാവസ്ഥയിൽ എത്തിച്ചയാൾ അദ്ദേഹമാണ്. 2011 ശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിലേറിയപ്പോൾ അച്യുതാനന്ദൻ ഉണ്ടാക്കി വെച്ച സർക്കാർ ഉണ്ടാക്കി വെച്ച പ്രീസിഡൻസുകളെ മറികടക്കാനാണ് ഉമ്മൻചാണ്ടി അത്യധ്വാനം ചെയ്തത്. അപ്പോഴും CPM ഇതിനെതിരെ പ്രചാരവേലയായിട്ട് ഇവിടെയുണ്ട്. അവർ ഗെയിലിനെതിരെ പ്രചാരവേലയായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വികസന പ്രവൃത്തികൾക്കെതിരെയും മുമ്പ് കാലത്ത് അവർ ചെയ്തതുപോലെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത് വരെ അവർ കളത്തിലുണ്ടായിരുന്നു. ഇവിടെ 2013 നിയമം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ട് അനിൽകുമാർ പറഞ്ഞു. ശ്രീ അനിൽകുമാർ, ആ നിയമം ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറഞ്ഞു, അത് വലിയ കുറ്റമാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ നിങ്ങളിപ്പോൾ ഒരു കേരളയിലുമായിട്ട് നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് അവശേഷിക്കുന്ന തണ്ണീർത്തടങ്ങളിലെ 1/3 മുച്ചൂട് നശിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി, അത് വരും കേട്ടോ. അതിനപ്പം പിന്നെ പട്ടാമ്പിന്ന് കോട്ടയത്ത് കൊണ്ടുപോയി വിൽക്കുന്ന കഥയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ തണ്ണീർത്തടത്തിനോടൊരു ആഭിമുഖ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പദ്ധതിയെ പ്രതിനിധീകരിക്കാൻ പാടുണ്ടോ? ഈ കേരളിനെ നിങ്ങൾ ഈ 2013 നിയമത്തെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമുള്ളത്? ഞങ്ങളാണ് ഈ രാജ്യത്തെ നിയമം ഉണ്ടാക്കിയത്. ഇവിടെ റൈറ്റ് ഫോർ കോമ്പൻസേഷൻ ആക്ട്, ഇവിടെ ഭൂമി വിട്ടുകൊടുക്കുന്ന മനുഷ്യർക്ക് മാന്യമായ വില കിട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത് ആ UPA സർക്കാരും മൻമോഹൻ സിംഗും ഉണ്ടാക്കിയ നിയമം കൊണ്ടാണ്. അത് നിങ്ങൾ മറന്നു കളയരുത്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ കാര്യങ്ങളും നിങ്ങളുടെ വികസന സങ്കല്പങ്ങളൊക്കെ എത്ര ദൂരെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പിന്നെ നിങ്ങൾ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പിന്നെ അതിനെ എതിർത്ത അല്ലെങ്കിൽ അത് പിന്നെ അലങ്കോലമാക്കി ദുർബലപ്പെടുത്തി UPA സർക്കാർ റോഡിനൊഴികെ ബാക്കി ഒക്കെ ആ നിയമം അങ്ങനെ ക്രമീകരിച്ചു എന്നൊക്കെ നിങ്ങളിവിടെ പറയുകയുണ്ടായി. എന്താണിപ്പോൾ ആ നിയമത്തെ നിങ്ങൾ എതിർക്കുന്ന നിങ്ങളിപ്പോൾ പിന്നെ നിങ്ങൾ എല്ലാ തരത്തിലുള്ള പുതിയ കാലത്ത് വികസന പ്രവൃത്തികളെയും ചേർത്ത് പിടിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ ഇന്നത്തെ കാലത്ത്. നിങ്ങളിപ്പോൾ ഈ തണ്ണീർത്തടത്തിലെ കുടിവെള്ള സ്രോതസ്സിനെയൊക്കെ പറ്റിയൊക്കെ നിങ്ങൾ വലിയ സങ്കടപ്പെടുന്നത് കൊണ്ടു ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങളാണ് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയുടെ കൂടെ പ്ലാച്ചിമടയിലൊക്കെ കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തിയ ആളുകൾ. നിങ്ങളാണ് ഈ പാലക്കാട് ബ്രൂവറിയും ഡിസ്റ്റിലറിയൊക്കെ അനുവദിച്ചു കൊടുത്ത് കോടിക്കണക്കിന് ഘന ലിറ്റർ ജലം അവിടെ നിന്ന് ഊറ്റാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത്. നിങ്ങളൊരു സ്ഥലജല വിഭ്രാന്തിയിലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഇടത് നയങ്ങളും നിങ്ങൾക്ക് കൈമോശം വന്നുപോയി. കോർപ്പറേറ്റ് പണ്ട് എക്സ്പ്രസ് ഹൈവേക്കെതിരെ സമരം ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഹൈവേ പണിയില്ലാന്ന് പറഞ്ഞാൽ പറയുന്നില്ലല്ലോ. അവർ കുറെ കൂടി വികസനോന്മുഖമായ നയം സ്വീകരിച്ചു. അങ്ങനെയല്ല
ഒരിക്കലുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ അജിംസ, ഇവിടെ തണ്ണീർത്തടം നികത്തി റെയിൽവേയും റോഡും പണിയുന്നുണ്ടെങ്കിൽ അവിടെ കാലങ്ങളോളം അനുവർത്തിക്കേണ്ട കുറെ പ്രിക്വേഷൻസ് ഉണ്ട്, നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. അത്തരത്തിൽ ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തികൾ അവിടെ അവശേഷിക്കുകയുള്ളൂ. വെജിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് പാരിസ്ഥിതിക ആഘാതം കുറക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കണ്ണും പൂട്ടി അങ്ങ് പാടവും തണ്ണീർത്തടവും നികത്തി ഇതുപോലുള്ള പഞ്ചവടിപ്പാല പദ്ധതികളുമായിട്ട് വന്നാൽ തണ്ണീർത്തടവും പോവും, പദ്ധതിയും പോവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിലൊക്കെ ഒരു പുരോഗമന ചിന്തയും ഒരു ആധുനിക സാങ്കേതികതയ്ക്ക് ആനുപാതികമായ അത് വയലാണെന്ന്